ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സേനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ലോകം ഉറ്റുനോക്കുന്ന തരത്തിൽ ഇന്ത്യ വളർച്ച കൈവരിക്കുകയാണെന്ന് കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂർ. തമിഴ്നാട്ടിലെ പ്രളയബാധിത മേഖലയിൽ കുടുങ്ങിക്കിടന്ന 42,290 പേരെ രക്ഷിച്ചതായി കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ. രാജ്യത്ത് വാണിജ്യ ആവശ്യത്തിനുള്ള പാചകവാതക വില കുറച്ചു. സംസ്ഥാനങ്ങൾക്കുള്ള നികുതി വിഹിതത്തിന്റെ അധിക ഗഡുവായി 72,961 കോടി രൂപ അനുവദിച്ച് കേന്ദ്രം. കേന്ദ്ര പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്രയ്ക്ക് കേരളത്തിൽ മികച്ച സ്വീകരണം. സംസ്ഥാന സർക്കാരിന്റെ നവകേരള സദസ്സിന് നാളെ തിരുവനന്തപുരം ജില്ലയിൽ സമാപനം. ISL ഫുട്ബോളിൽ ഇന്ന് ഈസ്റ്റ് ബംഗാൾ ഒഡീഷ FCയെ നേരിടും. വാർത്തകൾ വിശദമായി. ലോകം ഉറ്റുനോക്കുന്ന തരത്തിൽ ഇന്ത്യ വളർച്ച കൈവരിക്കുകയാണെന്ന് കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂർ. എല്ലാ മേഖലകളിലും രാജ്യം നിർണായകമായ മാറ്റത്തിന് സാക്ഷ്യം വഹിക്കുന്നുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി. മൈ ഭാരത് ക്യാമ്പയിൻ ആരംഭിച്ച ശേഷം യുവാക്കളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാഷ്ട്രവികസനത്തിന് സംഭാവനകൾ നൽകാൻ രാജ്യത്തെ യുവജനതയോട് ശ്രീ ഠാക്കൂർ ആഹ്വാനം ചെയ്തു. തമിഴ്നാട്ടിലെ പ്രളയബാധിത മേഖലയിൽ കുടുങ്ങിക്കിടന്ന 42,290 പേരെ രക്ഷിച്ചതായി കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ. ദേശീയ ദുരന്ത നിവാരണ സേനയും വ്യോമസേനയും സംസ്ഥാന രക്ഷാസേനയും സംയുക്തമായാണ് രക്ഷാപ്രവർത്തനം നടത്തിയതെന്നും മന്ത്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ശ്രീവൈകുണ്ഠം റെയിൽവേ സ്റ്റേഷനിൽ കുടുങ്ങിയ 800 യാത്രക്കാരെ രക്ഷപ്പെടുത്തി തിരികെ മടങ്ങാൻ പ്രത്യേക ട്രെയിൻ ബസ് സേവനങ്ങൾ ഏർപ്പെടുത്തി. തമിഴ്നാട്ടിലെ തെക്കൻ ജില്ലകളിലെ വെള്ളപ്പൊക്കത്തിന് മുന്നോടിയായി ഡിസംബർ 14 മുൻപ് 2 ഗഡുക്കളായി 900 കോടി രൂപ ദേശീയ ദുരന്ത നിവാരണ നിധിയിൽ നിന്നും സംസ്ഥാനത്തിന് അനുവദിച്ചിട്ടുണ്ടെന്നും ശ്രീമതി സീതാരാമൻ വ്യക്തമാക്കി. സംസ്ഥാനങ്ങൾക്കുള്ള നികുതി വിഹിതത്തിന്റെ അധിക ഗഡുവായി 72,961 കോടി രൂപ കേന്ദ്രം അനുവദിച്ചു. വരാനിരിക്കുന്ന ആഘോഷങ്ങളും പുതുവർഷവും കണക്കിലെടുത്താണ് തുക അനുവദിച്ചത്. നികുതി വിഹിതത്തിന്റെ അധിക ഗഡുവായി ഏറ്റവും ഉയർന്ന തുകയായ 13,000 കോടി രൂപ ഉത്തർപ്രദേശിനും 5,727 കോടി രൂപ മധ്യപ്രദേശിനും 5,488 കോടി രൂപ പശ്ചിമബംഗാളിനും ലഭിച്ചു. അടുത്ത വർഷം ജനുവരി 10 സംസ്ഥാനങ്ങൾക്ക് നൽകേണ്ട നികുതി വിഭജന ഗഡുവിന് പുറമെയാണ് ഈ അധിക ഗഡു ധനമന്ത്രാലയം അനുവദിച്ചത്. ദേശീയ ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷൻ 2022-23 സാമ്പത്തിക വർഷത്തിൽ 8,300 കോടിയിലധികം രൂപ വിതരണം ചെയ്തതായി ന്യൂനപക്ഷകാര്യ മന്ത്രാലയം. 22.5 ലക്ഷത്തിലധികം ഗുണഭോക്താക്കൾക്കായാണ് തുക വിതരണം ചെയ്തത്. ഇതിൽ 85% ഗുണഭോക്താക്കളും സ്ത്രീകളാണെന്നും ന്യൂനപക്ഷകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. രാജ്യത്ത് വാണിജ്യ ആവശ്യത്തിനുള്ള പാചകവാതക വില കുറച്ചു. 19 കിലോഗ്രാം വാണിജ്യ സിലിണ്ടറിന് 39 രൂപ 50 പൈസയാണ് കുറച്ചത്. ഗാർഹിക പാചകവാതക സിലിണ്ടറിന്റെ വിലയിൽ മാറ്റം വരുത്തിയിട്ടില്ല. നിലവിൽ 14.2 കിലോഗ്രാം സിലിണ്ടറിന് 903 രൂപയാണ് വില. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ വില ഇടിവിനെ തുടർന്നാണ് രാജ്യത്ത് പാചകവാതക വില കുറഞ്ഞത്. 9 പുതിയ മന്ത്രിമാരെ കൂടി ഉൾപ്പെടുത്തി ഛത്തീസ്ഗഡ് മന്ത്രിസഭ വിപുലീകരിച്ചു. രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ 9 BJP MLA-മാർ സത്യപ്രതിജ്ഞ ചെയ്തു. മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായിയും 2 ഉപമുഖ്യമന്ത്രിമാരായ അരുൺ സാവോയും വിജയ് ശർമ്മയും ഡിസംബർ 13 സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരുന്നു. മന്ത്രിസഭാ വികസനത്തിന് ശേഷം സംസ്ഥാനത്ത് ആകെ 12 മന്ത്രിമാരാണുള്ളത്. ഒരു മന്ത്രിസ്ഥാനം ഇപ്പോഴും ഒഴിഞ്ഞുകിടക്കുകയാണ്. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവും ഉപമുഖ്യമന്ത്രിമാരായ രാജേന്ദ്ര ശുക്ല, ജഗദീഷ് ദേവ്ഡ എന്നിവർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സന്ദർശിച്ചു. മധ്യപ്രദേശിന്റെ വികസനവുമായി ബന്ധപ്പെട്ട വിവിധ പദ്ധതികൾ സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾ പ്രധാനമന്ത്രിയിൽ നിന്നും ലഭിച്ചതായി ശ്രീ മോഹൻ യാദവ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ജമ്മുകാശ്മീരിലെ പൂഞ്ച് ജില്ലയിൽ സൈനിക വാഹനങ്ങൾക്ക് നേരെ ഇന്നലെയുണ്ടായ ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ച സൈനികരുടെ എണ്ണം 4ആയി. 2 സൈനികർക്ക് സംഭവത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. പ്രദേശത്ത് സൈന്യം വ്യോമനിരീക്ഷണം ഉൾപ്പെടെ നടത്തിവരികയാണെന്ന് അധികൃതർ അറിയിച്ചു. ഇന്നലെ ഉച്ചതിരിഞ്ഞാണ് 2 സൈനിക വാഹനങ്ങൾക്ക് നേരെ ഭീകരാക്രമണമുണ്ടായത്. കേന്ദ്രമന്ത്രി അർജുൻ മുണ്ടെ 2 ദിവസത്തെ ഗോത്രവർഗ ഓറിയന്റേഷൻ പരിപാടിയായ ആദി വ്യാഖ്യാന് ന്യൂഡൽഹിയിൽ തുടക്കം കുറിച്ചു. ഗോത്രവർഗ്ഗങ്ങളുടെ പാരമ്പര്യവും സംസ്കാരവും മനസ്സിലാക്കുന്നതിനും അവരുടെ നിലനിൽപ്പിനുള്ള വെല്ലുവിളികളെക്കുറിച്ച് അറിയുന്നതിനുമാണ് ദേശീയ ഗോത്ര റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആഭിമുഖ്യത്തിൽ പരിപാടി സംഘടിപ്പിക്കുന്നത്. ഗ്ലോബൽ സൌത്ത് രാജ്യങ്ങളുടെ സംരക്ഷണത്തിനായി അന്താരാഷ്ട്ര ഫോറങ്ങളിൽ ഇന്ത്യ സജീവ പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ VR ചൌധരി ന്യൂഡൽഹിയിലെ
മനേക്ഷ സെന്ററിൽ നടന്ന 20ാമത് സുബ്രതോ മുഖർജി സെമിനാർ ഉദ്ഘാടന സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടന്ന G20 ഉച്ചകോടിയിലും ഈ വിഷയം ശക്തമായി അവതരിപ്പിക്കപ്പെട്ടതായും അദ്ദേഹം പറഞ്ഞു. ആഫ്രിക്കൻ യൂണിയനെ G20യിൽ പൂർണ്ണാംഗമായി ഉൾപ്പെടുത്താനായതും അദ്ദേഹം വലിയ നേട്ടമായി ചൂണ്ടിക്കാട്ടി. ഗ്ലോബൽ സൌത്ത് രാജ്യങ്ങൾക്കായി ഇന്ത്യൻ വ്യോമസേന പതിവായി പരിശീലന പരിപാടികൾ നടത്തുന്നതായും വ്യോമസേനാ മേധാവി പറഞ്ഞു. രാഷ്ട്രത്തെ സംബന്ധിക്കുന്ന രഹസ്യങ്ങൾ പരസ്യപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള കേസിൽ മുൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന് പാകിസ്ഥാൻ സുപ്രീംകോടതി ജാമ്യം അനുവദിച്ചു. തെഹ്രീക് ഇൻസാഫ് പാർട്ടി നേതാവ് ഷാ മഹ്മൂദ് ഖുറേഷിക്കും ജാമ്യം ലഭിച്ചു. പ്രത്യേക അഴിമതി ആരോപണങ്ങൾ നിലനിൽക്കുന്നതിനാൽ ഇമ്രാൻഖാൻ ജയിലിൽ തുടരുമെന്ന് പാർട്ടി വൃത്തങ്ങൾ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുക്കുന്ന കേരള സർക്കാരിന്റെ നവകേരള സദസ്സിന് നാളെ സമാപനം. തിരുവനന്തപുരം ജില്ലയിൽ പര്യടനം തുടരുന്ന നവകേരള സദസ്സ് ഇന്ന് 4 നിയോജക മണ്ഡലങ്ങളിലാണ് സന്ദർശനം നടത്തിയത്. അരുവിക്കര, കാട്ടാക്കട, നെയ്യാറ്റിൻകര, പാറശാല മണ്ഡലങ്ങളിലാണ് സദസ്സ്. അരുവിക്കര മണ്ഡലത്തിലാണ് ആദ്യ നവകേരള സദസ്സ് നടന്നത്. കാട്ടാക്കട മണ്ഡലത്തിലെ നവകേരള സദസ്സ് കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിലും, നെയ്യാറ്റിൻകര മണ്ഡലത്തിലെ നവകേരള സദസ്സ് നെയ്യാറ്റിൻകര മുനിസിപ്പൽ സ്റ്റേഡിയത്തിലും, പാറശാല മണ്ഡലത്തിലെ നവകേരള സദസ്സ് കാരക്കോണം മെഡിക്കൽ കോളേജിലും നടന്നു. കേന്ദ്ര സർക്കാരിന്റെ വികസനക്ഷേമ പദ്ധതികളുടെ ഗുണഫലങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കുക എന്ന ദൌത്യവുമായി ആരംഭിച്ച വികസിത് ഭാരത് സങ്കല്പ് യാത്ര കേരളത്തിലെ എല്ലാ ജില്ലകളിലും വൻ ജനപങ്കാളിത്തത്തോടെ പുരോഗമിക്കുന്നു. കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ട, ശൂരനാട് തെക്ക് ഗ്രാമപഞ്ചായത്തുകളിലും, കോട്ടയം ജില്ലയിലെ മീനച്ചിൽ, തലപ്പലം പഞ്ചായത്തുകളിലും യാത്ര ഇന്ന് എത്തിച്ചേർന്നു. പാലക്കാട് ജില്ലയിൽ ഷൊർണൂർ, പട്ടാമ്പി എന്നിവിടങ്ങളിലും ഇന്ന് പര്യടനം നടന്നു. കോഴിക്കോട് ജില്ലയിൽ ചെങ്ങോട്ടുകാവിലും, മലപ്പുറം ജില്ലയിൽ കുറവ, മങ്കട പഞ്ചായത്തുകളിലും ഇന്ന് സങ്കല്പ് യാത്ര എത്തിച്ചേർന്നു. ഇടുക്കി ജില്ലയിൽ ദേവികുളത്തും, കണ്ണൂർ ജില്ലയിൽ പയ്യന്നൂർ, തളിപ്പറമ്പ് നഗരസഭകളിലും, കൂടാളി, കീഴല്ലൂർ ഗ്രാമപഞ്ചായത്തുകളിലും ഇന്ന് പര്യടനം നടന്നു. വയനാട് ജില്ലയിലെ തോണിച്ചൽ പഞ്ചായത്തിലും, എറണാകുളം ജില്ലയിൽ പാണ്ടപ്പള്ളി, മാറാടി ഗ്രാമപഞ്ചായത്തുകളിലുമായിരുന്നു ഇന്നത്തെ പര്യടനം. കൊച്ചിയിലെ നഗരപര്യടനം MG റോഡ്, CMFRI, ഹൈക്കോർട്ട്, വാട്ടർ മെട്രോ എന്നിവിടങ്ങളിൽ ഇന്ന് നടന്നു. തൃശൂർ ജില്ലയിൽ മുളങ്കുന്നത്തുകാവ്, തോളൂർ എന്നീ പഞ്ചായത്തുകളിലാണ് വികസിത് ഭാരത് സങ്കല്പ് യാത്ര എത്തിച്ചേർന്നത്. ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കര ബ്ലോക്കിലെ ചെട്ടിക്കുളങ്ങര, തേക്കേക്കര പഞ്ചായത്തുകളിൽ പര്യടനം നടത്തി. കേരളത്തിലെ കോവിഡ് ബാധിതരുടെ എണ്ണം 2606 കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 265 പേർക്ക് പുതുതായി രോഗം സ്ഥിരീകരിക്കുകയും 1 മരണം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. കോവിഡിന്റെ ഒമിക്രോൺ വകഭേദമായ JN1 ഉയർത്തുന്ന ആരോഗ്യ ഭീഷണി താരതമ്യേന ലഘുവാണെന്നും നിലവിൽ നൽകിവരുന്ന വാക്സിനുകൾ മതിയായ സംരക്ഷണം ഉറപ്പുവരുത്തുമെന്നും WHO വ്യക്തമാക്കി. പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം 31 ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കും. മൻ കി ബാത്തിന്റെ 108ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പൊതുജനങ്ങൾക്ക് ഈ മാസം 29 വരെ പങ്കുവയ്ക്കാം. ഇന്ത്യ ഓസ്ട്രേലിയ വനിതാ ടെസ്റ്റ് ക്രിക്കറ്റ് ആദ്യ ഇന്നിംഗ്സിന്റെ 2ാം ദിനത്തിൽ ഇന്ത്യയ്ക്ക് 157 റൺസിന്റെ ലീഡ്. ഇന്ന് മത്സരം അവസാനിപ്പിക്കുമ്പോൾ ഇന്ത്യ 7 വിക്കറ്റ് നഷ്ടത്തിൽ 376 റൺസ് എന്ന നിലയിലാണ്. മുംബൈയിലെ വാങ്കഡെ സ്റ്റേഡിയത്തിൽ ആണ് മത്സരം. ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഓസ്ട്രേലിയ ആദ്യ ഇന്നിംഗ്സിൽ 77.4 ഓവറിൽ 219 റൺസ് നേടിയിരുന്നു. ISL ഫുട്ബോളിൽ ഇന്ന് ഈസ്റ്റ് ബംഗാൾ ഒഡീഷ FC നേരിടും. അല്പസമയത്തിനകം പശ്ചിമ ബംഗാളിലെ സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുക. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 242 പോയിന്റ് ഉയർന്ന് 71,107ലും, ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 94 പോയിന്റ് നേട്ടത്തിൽ 21,349ലും വ്യാപാരം അവസാനിപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ലോകമുറ്റുനോക്കുന്ന തരത്തിൽ ഇന്ത്യ വളർച്ച കൈവരിക്കുകയാണെന്ന് കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂർ. തമിഴ്നാട്ടിലെ പ്രളയബാധിത മേഖലയിൽ കുടുങ്ങിക്കിടന്ന 42,290 പേരെ രക്ഷിച്ചതായി കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ. രാജ്യത്ത് വാണിജ്യ ആവശ്യത്തിനുള്ള പാചകവാതക വില കുറച്ചു. സംസ്ഥാനങ്ങൾക്കുള്ള നികുതി വിഹിതത്തിന്റെ അധിക ഗഡുവായി 72,961 കോടി രൂപ അനുവദിച്ച് കേന്ദ്രം. കേന്ദ്ര പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ് യാത്രയ്ക്ക് കേരളത്തിൽ മികച്ച സ്വീകരണം. സംസ്ഥാന സർക്കാരിന്റെ നവകേരള സദസ്സിന് നാളെ സമാപനം. ISL ഫുട്ബോളിൽ ഇന്ന് ഈസ്റ്റ് ബംഗാൾ ഒഡീഷ FCയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.